Hello everyone, welcome to our class where we'll explore the world of words. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെ ദ സെവൻ ഏജസ് ഓഫ് മാൻ, എട്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ. ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരുപാട് പ്രത്യേകതകളുള്ള കവിതയാണിത്. കവിതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അൺറൈംഡ് ആണ്. പ്രത്യേകിച്ച് റൈം സ്കീമുകളൊന്നും ഇതിൽ ഫോളോ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ പ്രത്യേകത അയാംബിക് പെൻറ്റാമീറ്ററിലാണിത് എഴുതിയിരിക്കുന്നത്. അൺസ്ട്രെസ്ഡ് സിലബിൾ ആദ്യം, ദെൻ സ്ട്രെസ്ഡ് സിലബിൾ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്നതിലെ ഒരു എക്സ്ട്രാക്റ്റാണ്, ചെറിയൊരു പോർഷനാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. നോക്കാം എന്താണ് നമുക്ക് കവിതയിൽ പറയുന്നത്. ജോയിൻ ദ ലേണിംഗ് ജേർണി വിത്ത് ലിറ്റ് ലോഞ്ച് 25. ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ കവിതയ്ക്ക് എന്നുള്ളത്. നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്ന്. All the world is a stage, and all the men and women merely players. They have their exits and entrances, and one man in his time plays many parts, his acts being seven ages. കവിത തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലോകത്തിനെ ഒരു സ്റ്റേജിനോട് കമ്പയർ ചെയ്തിട്ടാണ് കവി തുടങ്ങുന്നത്. സോ ലോകം മൊത്തം ഒരു സ്റ്റേജാണ്, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ കണക്കാക്കുക. ഒരു സ്റ്റേജിനെ ഒരു ലോകമായി നമ്മൾ കണക്കാക്കുന്നു. അപ്പോൾ ആ സ്റ്റേജിനകത്തേക്ക് ഓരോരോ കഥാപാത്രങ്ങൾ ഇങ്ങനെ കയറി വരുമല്ലോ, ഓരോരുത്തരായിട്ട് വരും. അവരവരുടെ പാട്ട് അഭിനയിക്കും, അവർ തിരിച്ചു പോകും, അടുത്ത ആൾ വരും, ഇറങ്ങിപ്പോവും. ചിലപ്പോൾ ഈ നാടകങ്ങളിൽ ഒരാൾ തന്നെ പല കഥാപാത്രങ്ങൾ ചെയ്യും, ഇല്ലേ, വേഷം മാറിയിട്ടും അല്ലാതെയൊക്കെ ചെയ്യും. അങ്ങനെ ഈ ലോകത്തിന് മുഴുവൻ നമ്മളൊരു സ്റ്റേജായിട്ട് കണക്കാക്കൂ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. സോ തുടക്കത്തിൽ തന്നെ ഒരു മെറ്റഫർ പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. മെറ്റഫർ എങ്ങനെയാണ് വരിക? ലോകം ഒരു സ്റ്റേജാണ്, വേദിയാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ലോകം മുഴുവനും ഒരു വേദിയാണ്. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും മിയർലി, വെറും, തികച്ചും എന്താണ്, കളിക്കാർ മാത്രമാണ്. ദേ ഹാവ് ദെയർ എക്സിറ്റ്സ്. അവർക്ക് അവരുടേതായ എക്സിറ്റുകൾ, അല്ലേ, ഇറങ്ങിപ്പോകാനുള്ള സ്ഥലവും, ആൻഡ് ദെയർ എൻട്രൻസസ്, കയറി വരാനുള്ള സ്ഥലവുമുണ്ട്, പ്രവേശന കവാടങ്ങളും ഉണ്ട്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ലൈഫ് പ്ലേസ് മെനി പാർട്സ്. ഒരാൾ തന്നെ അയാളുടെ ജീവിത കാലയളവിൽ ഒരുപാട് ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, അഭിനയിക്കുന്നു. ഹിസ് ആക്ട്സ് ബീയിങ് സെവൻ ഏജസ്. അവൻ്റെ പ്രവൃത്തികൾ 7 വേദികളായിട്ടാണ് നടക്കുക, 7 യുഗങ്ങളായിട്ടാണ് നടക്കുക എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇനി ആ 7 ഏതൊക്കെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യത്തേത് അറ്റ് ഫേസ്റ്റ് ദി ഇൻഫൻറ്റ്. ആദ്യത്തേത് ഒരു കുഞ്ഞാണ്, ശിശു. ഇൻഫൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം തികയാത്ത കുഞ്ഞു കുട്ടികളെയാണ് നമ്മൾ ഇൻഫൻ്റ് എന്ന് പറയുക, ശിശു. അറ്റ് ഫേസ്റ്റ് ദി ഇൻഫൻറ്റ്, ആദ്യത്തേത് ഒരു ശിശുവാണ്. മ്യൂളിങ് ആൻഡ് പ്യൂക്കിങ് ഇൻ ദി നഴ്സസ് ആംസ്. മ്യൂളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കരച്ചിലിനെയാണ് എന്താ പറയുക, മ്യൂളിങ്. പ്യൂക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊമിറ്റിംഗ് എന്നാണ് അർത്ഥം, ഛർദ്ദിക്കുക, അല്ലേ. കുഞ്ഞുങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഛർദ്ദിക്കും, അല്ലെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെയാണ്. ഇൻ ദി നേഴ്സസ് ആംസ്, നേഴ്സിൻ്റെ കൈകളിൽ കിടന്നിട്ട് കരയുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്ന കുഞ്ഞാണ് ആദ്യത്തെ സ്റ്റേജ്. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാച്ചൽ. അപ്പോൾ ആ കുഞ്ഞിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ വലുതായി സ്കൂളിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിലെത്തും. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക? ആൻഡ് ദെൻ, അതിനുശേഷം വൈനിങ് സ്കൂൾ ബോയ്. വൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുന്ന എന്നാണ് അർത്ഥം, തേങ്ങുന്ന, വിലപിക്കുന്ന എന്നൊക്കെ അർത്ഥം. ദെൻ വൈനിങ് സ്കൂൾ ബോയ്, ദെൻ വിലപിക്കുന്ന ഒരു സ്കൂൾ കുട്ടിയാണ് നമുക്ക് കാണാൻ പറ്റുക. വിത്ത് ഹിസ് സാച്ചൽ. സാച്ചൽ എന്ന് പറഞ്ഞാൽ സഞ്ചി എന്നാണ് അർത്ഥം. നമുക്കിവിടെ അവൻ്റെ ബാഗ്, അല്ലേ, ബാഗും തൂക്കി പിടിച്ച് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്ന കുഞ്ഞാണ്. പക്ഷേ പറയുന്നുണ്ട് വൈനിങ് ആണെന്ന്. കരഞ്ഞുകൊണ്ട് കുട്ടി പോകണമെങ്കിൽ അവന് പോകാൻ താല്പര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൻഡ്
ഷൈനിങ് മോർണിംഗ് ഫേസ്, രാവിലെയാണ് സ്കൂളിലേക്ക് പോവുക, അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതായതുകൊണ്ട് തന്നെ ഫേസൊക്കെ ഷൈനിങ് ആണ്. പക്ഷേ എന്ത് സംഭവിക്കുന്നു? ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ, അവൻ എങ്ങനെയാണ് പോകുന്നത്? ക്രീപ്പിംഗ്, ഇഴഞ്ഞുകൊണ്ട്, ലൈക്ക് എ സ്നെയിൽ, ഒച്ചിനെ പോലെ ഇഴഞ്ഞുകൊണ്ടാണ് അവൻ പോകുന്നത്. അൺവില്ലിംഗ്ലി ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകാൻ തയ്യാറാവാതെ എന്നാണ്. സോ ഇത്തരം വാക്കുകളിൽ നിന്നാണ് അവന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്നെയിലിനെ പോലെ ക്രീപ്പ് ചെയ്യുന്നു, അതേപോലെ വൈൻ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അൺവില്ലിംഗ്ലി തുടങ്ങിയ വാക്കുകളിലൂടെയാണ് അവന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആൻഡ് ദെൻ ദി ലവർ, ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റേജിലെത്തിയിരിക്കുന്നു നമ്മൾ. അപ്പോൾ അവന് വളർന്ന് വലുതായി ലവറൊക്കെ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ അവൻ എന്തായിരിക്കുന്നു? കാമുകനായിരിക്കുന്നു. സൈൻ ലൈക്ക് എ ഫേണസ്, ഫേണസ് എന്ന് പറഞ്ഞാൽ തീച്ചൂള എന്നാണ് അർത്ഥം. ചൂള, ഒരു ചൂള പോലെ അവൻ ഉരുകിക്കൊണ്ടിരിക്കുന്നു, എപ്പോഴും ഉരുകിക്കൊണ്ടിരിക്കുന്നു. ടെൻഷൻ, ഇതാണ് ലവറിൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. സൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിടുക എന്നാണ്. നമ്മളെപ്പോഴും നെടുവീർപ്പിടുന്നത് മനസ്സിന് വിഷമം ഉണ്ടാകുന്ന സമയത്താണ്. സോ ഈ കാമുകൻ്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിട്ടുള്ളൊരു സ്റ്റേജാണ്. സമ്മർദ്ദങ്ങളാണ്. കാരണം കാമുകിയെ സന്തോഷിപ്പിക്കണം, അവൾക്ക് അത് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ അവളുമായിട്ട് പിണക്കമുണ്ടായി, അതായി ഇതായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ടെൻഷൻ്റെ ഒരു കാലഘട്ടമാണ് പിന്നീടുള്ളത്. വിത്ത് എ വൂഫുൾ ബാലഡ്, പോരാത്തതിന് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? വൂഫുൾ എന്ന് പറഞ്ഞാൽ സാഡ് എന്നർത്ഥം, സങ്കടകരമായ. ബാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരഗാഥ എന്നോ നാടോടിപ്പാട്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുക. അപ്പം അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ പാട്ട് പാടുന്നുണ്ട്, പക്ഷേ ആ പാട്ട് സാഡ് സോങ് ആണ്. അപ്പോൾ അവൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണുമെന്ന് നമ്മൾ മനസ്സിലാക്കും അല്ലേ. ലവറിൻ്റെ സ്റ്റേജിൽ സാഡ് സോങ് പാടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈഫിൽ എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങൾ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. ഓക്കെ. എന്തായാലും അവൻ പാട്ട് പാടുന്നുണ്ട്. എന്തിനെ പറ്റിയിട്ടാണ് അവൻ പാടുന്നത്? മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ, അവൻ്റെ കാമുകിയുടെ ഐബ്രോ, പുരികത്തെ പറ്റിയാണ് അവൻ പാടുന്നത്. ഇവിടെ നമ്മൾ പുരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരികത്തെ മാത്രം എടുക്കേണ്ട, കാമുകിയെ മുഴുവനായിട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. കാമുകിയെ പറ്റിയാണ് അവൻ പാടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആ സ്റ്റേജ് കഴിഞ്ഞു. അടുത്ത സ്റ്റേജ് ദെൻ എ സോൾജിയർ. പിന്നെ നമ്മൾ കാണുന്നത് ഒരു പട്ടാളക്കാരൻ്റെ സ്റ്റേജാണ്. അപ്പോൾ പട്ടാളക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ശപഥം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാണ് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. സോ ദെൻ എ സോൾജിയർ, പിന്നെ ഒരു പട്ടാളക്കാരനാണ്. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്ത്സ്, ഇവൻ എന്തായിരിക്കും? വിചിത്രമായ ശപഥങ്ങൾ നിറഞ്ഞതാണ്. ഓത്ത്, ശപഥങ്ങൾ അല്ലേ. വിചിത്രമായ ശപഥങ്ങൾ നിറഞ്ഞതാണ് അവൻ്റെ ജീവിതം. ആൻഡ് ബിയേർഡ് ലൈക്ക് ദി പാഡ്, അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു പാടിനെ പോലെ, ലെപ്പേർഡിനെ പോലെ, ഓക്കെ, പുള്ളിപ്പുലിയെ പോലെ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? താടിയൊക്കെ വളർത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചും സീരിയസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സിംഹത്തിൻ്റെ താടി എന്നൊക്കെ എടുത്താൽ മതി അല്ലേ. അല്ലെങ്കിൽ താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ളത് എന്നുള്ള അർത്ഥമാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. ആൻഡ് ജലസ് ഇൻ ഓണർ, ബഹുമാനത്തിൽ അസൂയുള്ളവൻ. സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ, പെട്ടെന്ന് വഴക്കുകളിൽ ചെന്ന് ഏർപ്പെടുന്നവൻ. സീക്കിംഗ് ദി ബബിൾ റെപ്യൂട്ടേഷൻ, എന്ത് ചെയ്യുന്നു? കുമിള പോലത്തെ പദവിയെ തേടുന്നവൻ. സീക്കിംഗ്, അന്വേഷിക്കുക, തേടുക. ബബിൾ എന്ന് പറഞ്ഞാൽ കുമിള എന്നാണ് അർത്ഥം അല്ലേ. പെട്ടെന്ന് പൊട്ടിപ്പോകാവുന്ന, ശാശ്വതമല്ലാത്ത എന്നൊക്കെയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈവൻ ഇൻ ദി ക്യാനൻസ് മൗത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാ? പീരങ്കിയുടെ വായിൽ പോലും, പീരങ്കിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും അവൻ എന്തിനെയാണ് തേടുന്നത്? ബബിൾ റെപ്യൂട്ടേഷനെയാണ് അവൻ തേടുന്നത് എന്നാണ് പറയുന്നത്. എപ്പോഴും നശിക്കാവുന്ന, നിലനിൽക്കാത്ത പദവിയെ പറ്റി അവൻ ചിന്തിക്കുന്നു എന്നാണ് പറയുക. സോ ഈ ഒരു പീരീഡിലാണ്, സോൾജറിൻ്റെ പീരീഡിലാണ് കുറേ ശപഥങ്ങൾ എടുക്കുന്നതും അല്ലേ, എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. അതായത് തൻ്റെ പേരും പ്രശസ്തിയും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതും അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുക. ക്യാനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരങ്കിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞു നമ്മുടെ.
ദെൻ നമ്മൾ നേരെ പോകുന്നത് ജസ്റ്റിസ്, സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്കാണ്. നീതി, അതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? റെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് അല്ലേ, അധികം നിലനിൽക്കാത്ത പദവികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, എടുത്തു ചാടുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നീതിമാന്മാരായി, എല്ലാവരോടും ഉപദേശമൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയായി. ആൻഡ് ദെൻ ദി ജസ്റ്റിസ് ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് കേപ്പൺ ലൈൻഡ്. എന്താവും? നമ്മുടെ വൃത്താകൃതിയിലുള്ള വയറും, ആ വയറിനകത്ത് ഫുൾ എന്തായിരിക്കും? കേപ്പൺ. കേപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ എന്നാണ് അർത്ഥം അല്ലേ. ചിക്കനൊക്കെ തിന്ന് വയറൊക്കെ വീർത്ത് നമ്മൾ ആരോഗ്യമൊന്നും നല്ലപോലെ നോക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് അഭിപ്രായങ്ങളും ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ പോകുന്നൊരു സമയമാണിത്. വിത്ത് ഐസ് സിവിയർ, കണ്ണുകൾ എങ്ങനെയായി മാറും എന്നാണ് പറയുന്നത്? കടുപ്പമുള്ള കണ്ണുകളും. പിന്നീട് 6ാമത്തെ ഏജ് എന്ന് പറയുന്നത് മാറുന്നു. ഇൻടു ദി ലീൻ, മെലിഞ്ഞതും, ആൻഡ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ. ഈ സ്ലിപ്പേർഡ് എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഒന്നുകിൽ ചെരുപ്പ് ധരിച്ച എന്നുള്ള അർത്ഥം എടുക്കാം, അതല്ലെങ്കിൽ ലൂസായ പാൻറ് ധരിച്ച എന്നുള്ള അർത്ഥം എടുക്കാം, ലൂസായ ക്ലോതിങ് ഒക്കെ ഉള്ള അർത്ഥം എന്ന് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫൂൾ എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും, അതായത് നമുക്ക് ഷേപ്പില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുക, ലൂസായത് എടുക്കുക, നമ്മൾ സ്റ്റൈലൊന്നും നോക്കാതെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. മുടിയൊക്കെ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല, അതൊന്നും നമ്മൾ വൃത്തിയാക്കാനോ നമ്മുടെ സ്റ്റൈലോ നമ്മുടെ ബ്യൂട്ടിയോ ഒന്നും കോൺഷ്യസ് ആവാത്തൊരു കാലഘട്ടം. ഓക്കെ, അതാണ് സ്ലിപ്പേർഡ് പാൻറ്റലൂൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ലൂസ് ക്ലോതിങ് എന്നെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ലൂസായ വസ്ത്രങ്ങളൊക്കെ ഇട്ട് നടക്കുന്ന ഒരു വിഡ്ഢിയെപ്പോലെ മെലിഞ്ഞ ഒരു മനുഷ്യനെയാണ് 6ാമത്തെ സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുക. വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ്. എവിടെയാണ് കണ്ണടകൾ വെച്ചിട്ടുണ്ടാവുക? മൂക്കിൻ്റെ മുകളിൽ. അപ്പോൾ അതിന് മറ്റൊരർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണട കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. മൂക്കിൻ്റെ മുകളിൽ കണ്ണട വെച്ചിട്ട് കാര്യമില്ലല്ലോ. കണ്ണട കറക്റ്റായിട്ട് ഫിറ്റിങ്ങിൽ ഇരുന്നാലാണ് നമുക്ക് കാഴ്ച കിട്ടുക. സോ കണ്ണട വെച്ചിട്ടും പ്രത്യേകിച്ച് കാഴ്ചയ്ക്ക് ഗുണമൊന്നുമില്ല എന്നുള്ള അർത്ഥം വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പോരാത്തതിന് പൗച്ച് ഓൺ സൈഡ്. നമ്മുടെ ചിത്രത്തിൽ പൗച്ച് ഓൺ സൈഡ് എന്ന് പറയുമ്പോൾ, പൗച്ച് എന്ന് പറയുമ്പോൾ ഒരു സഞ്ചി, ബാഗ് ഒക്കെ തൂക്കിയിട്ട് സൈഡിൽ തൂക്കിയിട്ടുള്ളത് എന്നുള്ള അർത്ഥം തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. പക്ഷെ നമ്മൾ ഒന്നും കൂടെ കടന്ന് ആലോചിക്കുമ്പോൾ പ്രായമായില്ലേ, അപ്പം നമ്മളുടെ തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞത് കാരണം കൊണ്ട് ആകെ തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ശരീരം മൊത്തം, കൈയും കാലും കവിളും ഒക്കെ, അതുമാകാം സൂചിപ്പിക്കുന്നത്. ദെൻ ഹിസ് യൂത്ത്ഫുൾ ഹോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ് പാൻറ്റിനെയാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ചെറുപ്പകാലത്തിൽ മൂപ്പര് ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ അല്ലേ ധരിച്ചിട്ടുണ്ടാവുക. വയസ്സായപ്പോഴാണല്ലോ അത് ലൂസാകുന്നത്. അപ്പം ലൂസാകുന്നത് 2 തരത്തിലാണ്. ഒന്ന് ലൂസായി തയ്പ്പിക്കുന്നത് കാരണം, രണ്ടാമത് എന്താണ്, ആൾ മെലിഞ്ഞു പോയത് മൂലം എന്തായിരിക്കുന്നു, വസ്ത്രങ്ങളെല്ലാം ലൂസായിരിക്കുന്നു എന്നുള്ള അർത്ഥം. സോ ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുള്ള ടൈറ്റ് പാൻസൊക്കെ ദെൻ വെൽ സേവ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ പാൻസ് എല്ലാം വേൾഡ് ടു വൈഡ്, ഇപ്പോൾ എന്തായിരിക്കുന്നു, വിശാലമായിരിക്കുന്നു. ഫോർ ഹിസ് ഷ്രങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ, മെലിഞ്ഞ. ഷാങ്ക് എന്ന് പറഞ്ഞാൽ കണങ്കാൽ എന്നാണ് അർത്ഥം അല്ലേ. അദ്ദേഹത്തിൻ്റെ ആ ഒരു കണങ്കാലിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം ലൂസായി മാറിയിരിക്കുന്നു. ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ്, അദ്ദേഹത്തിൻ്റെ ആ പൗരുഷം നിറഞ്ഞ ശബ്ദം എന്ന് പറയുന്നത് ടേണിങ് അഗെയിൻ ടുവേർഡ്സ് ചൈൽഡിഷ് ട്രബിൾ, എന്തിലേക്ക് മാറിയിരിക്കുന്നു, കുഞ്ഞുങ്ങളുടെ ശബ്ദം പോലെ മാറിയിരിക്കുന്നു. ഓക്കെ, ചൈൽഡിഷ് ട്രബിൾ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അതിൽ ട്രബിളിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങളുടെ ശബ്ദം, ഹൈ പിച്ചായിട്ടുള്ള ശബ്ദം എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. പോരാത്തതിന് പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്, അദ്ദേഹത്തിൻ്റെ ശബ്ദം, വർത്തമാനം പറയുമ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യുന്നു, പൈപ്സ്, ഒരു തരം ശബ്ദങ്ങൾ, നേർത്ത ശബ്ദങ്ങൾ വരിക. അതേപോലെ ട്രബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ശബ്ദം എന്നുള്ള അർത്ഥമുണ്ട്, 3 ഇരട്ടിയായ എന്നൊക്കെ അർത്ഥമുണ്ട്.
സോ അദ്ദേഹത്തിൻ്റെ ശബ്ദം വീണ്ടും എന്തായി മാറിയിരുന്നു? കുഞ്ഞുങ്ങളുടെ ശബ്ദം പോലെയായി മാറുന്നു. പൈപ്സ് നേർത്ത ശബ്ദമായി മാറുന്നു. ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. വർത്തമാനം പറയുമ്പോഴൊക്കെ അതിൻ്റെ ഇടയിലൂടെ വിസിലൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉദ്ദേശിച്ച പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. പ്രായമായതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ആ മനുഷ്യനിൽ കണ്ടുവരുന്നു. ഓക്കെ, അതൊക്കെ ഇപ്പം ചിലപ്പോൾ ചുമയ്ക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ശ്വാസമെടുക്കുമ്പോൾ ബുദ്ധിമുട്ടിയിട്ടായിരിക്കാം. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ആ സംസാരത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്നാണ് 6th സ്റ്റേജിൽ പറയുന്നത്. ആൻഡ് ദി ലാസ്റ്റ് ഓഫ് ഓൾ, ഇനി എല്ലാത്തിൻ്റെയും അവസാനം, അല്ലെങ്കിൽ ലാസ്റ്റ് സീൻ ഓഫ് ഓൾ, എല്ലാത്തിൻ്റെയും അവസാന ചിത്രം എന്ന് പറയുന്നത് ദാറ്റ് എൻഡ്സ് വിത്ത് സ്ട്രേഞ്ച് ഇവൻറ്റ്ഫുൾ സ്റ്റോറി. അത് എന്തിലാണ് അവസാനിക്കുക? വിചിത്രമായതും സംഭവബഹുലവുമായ ചരിത്രത്തിലാണ് അവസാനിക്കുന്നത്. ഈസ് സെക്കൻഡ് ചൈൽഡിഷ്നെസ്. ഈ ഒരു സ്റ്റേജിനെ നമുക്ക് ഒരു സെക്കൻഡ് ചൈൽഡിഷ്നെസ്, രണ്ടാം കുട്ടിത്തം എന്ന് പറയാൻ പറ്റും. അതായത് നമ്മൾ ആദ്യം പ്രസവിച്ച് വീഴുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, നമുക്കെല്ലാം ഒരാൾ ചെയ്തു തരണം. ഭക്ഷണം വായിൽ വെച്ച് തരണം, നമ്മളെ വൃത്തിയാക്കണം. മലം മൂത്രമൊക്കെ പോകുമ്പോൾ നമ്മളെ മറ്റുള്ളവർ, നമ്മുടെ അമ്മമാരോ നേഴ്സോ ആരെങ്കിലും നമ്മളെ വൃത്തിയാക്കി തരണം. നമുക്ക് തന്നെ ചെയ്യാൻ വയ്യ, നമ്മൾ കിടപ്പായിരിക്കും, ഒന്നുകിൽ ബെഡിൽ കിടപ്പായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും പരിചരിക്കുകയായിരിക്കും. ആ അവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും മാറും അല്ലേ, കുഞ്ഞുങ്ങളെ പോലെ. ആ സമയത്ത് എന്താണ്? മിയർ ഒബ്ലീവിയൻ, തികച്ചും മറവിയായിരിക്കും നമുക്ക്. കുഞ്ഞുങ്ങളെ പോലെ നമുക്ക് വർത്തമാനം പറയാൻ പറ്റില്ല അല്ലേ, നമ്മുടെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റില്ല, ആൾക്കാരെ നമുക്ക് വിളിക്കാൻ പറ്റില്ല, മറവിയായിരിക്കും. നമ്മുടെ എവിടെ എന്താ വെച്ചെന്നൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. കാരണം ഒരാളുടെ സപ്പോർട്ടില്ലാതെ ഒരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവ്രിതിങ് എന്നാണ് പറഞ്ഞത്. പല്ലുണ്ടാവില്ല നമുക്ക്, കാഴ്ച ഉണ്ടാവില്ല നമുക്ക്, രുചി ഉണ്ടാവില്ല നമുക്ക്, ആൻഡ് ഒന്നും തന്നെ ഉണ്ടാവില്ല. സാൻസ് എന്ന് പറഞ്ഞാൽ വിതൗട്ട് എന്നാണ് അർത്ഥം. ഇത്രയുമാണ് ഇതിൻ്റെ ഡയറക്റ്റായിട്ടുള്ള അർത്ഥങ്ങളെന്ന് പറഞ്ഞ്. ഇനി ഇതിൽ കുറച്ച് ലിറ്റററി ഡിവൈസസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതും കൂടെ ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകണം. നമ്മൾ അപ്രീസിയേഷൻ സെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ അതിൽ ചേർത്ത് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നും കൂടെ പറഞ്ഞു പോയാൽ, ഫസ്റ്റ് തന്നെ ഈ വേൾഡിനെ സ്റ്റേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് തന്നെ മെറ്റഫറിന് ഉദാഹരണമാണ്. അതേപോലെ നമ്മളെയൊക്കെ പ്ലെയേഴ്സായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ. നമ്മൾ ഈ ലോകത്ത് ജനിക്കുന്നു, നമ്മൾ ജീവിച്ചു പോകുന്നു എന്നതിന് എങ്ങനെയാണ് പറയുക? നമ്മളുടെ സ്റ്റേജിലേക്ക് കയറുന്നു, നമ്മുടെ വേഷങ്ങൾ ആടുന്നു. സോ അതൊക്കെ മെറ്റഫറിന് എന്ത് ചെയ്യാണ്? ഉദാഹരണങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ വരിയിലുണ്ട് എക്സിസ്റ്റ് ആൻഡ് എൻട്രൻസസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ നോക്കൂ, ഇ എന്ന് പറയുന്ന ലെറ്റർ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റിൽ ഒരു എ ശബ്ദം, എൻട്രൻസസിൽ ഒരു എ ശബ്ദം. ഞാൻ സ്പെല്ലിംഗ് അല്ല പറയുന്നത്, എന്ത് ചെയ്യുന്നു? ശബ്ദം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ എ ഇ ഐ ഒ യു ശബ്ദങ്ങൾ ഒരു വരിയിൽ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് അസോണൻസിന് ഉദാഹരണമാണ്. അസോണൻസ് അത് ഒരു വരിയിലായിരിക്കണം കേട്ടോ, സ്റ്റാർട്ടിങ്ങിൽ ആവുന്നതാണ് ബെറ്റർ. സോ ASSONANCE അസോണൻസ്. ഇത് തന്നെ കോൺസണൻറ്റ് ശബ്ദങ്ങളാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ, AEIOU അല്ലാത്ത ശബ്ദങ്ങളാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് അലിറ്ററേഷന് ഉദാഹരണമാണ്. തൊട്ടടുത്ത വരിയിൽ നോക്കൂ, പ്ലേസ്, മെനി, പാർട്സ്, അതിൽ പ ശബ്ദങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടോ, അത് അലിറ്ററേഷന് ഉദാഹരണമാണ്. സോ ഇത്രയാണ് നമുക്ക് ഒന്നാമത്തേൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ നമുക്കിങ്ങനെ വിഷ്വലൈസ് ചെയ്യാനുള്ള കുറേ അവസരങ്ങൾ വരും അല്ലേ. സ്റ്റേജിലേക്ക് ആൾക്കാർ കയറുന്നതും അവിടെ നിന്ന് മറ്റൊരു വശത്തൂടെ ഇറങ്ങി പോകുന്നതും ഒക്കെ. സോ അതൊക്കെ വിഷ്വൽ ഇമേജിന് ഉദാഹരണങ്ങളാണ്. രണ്ടാമത്തെ സ്റ്റേജിൽ പറയുന്നുണ്ട്, സ്കൂൾ ബോയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഹിസ് സാച്ചൽ, വിത്ത് ഹിസ് സാച്ചൽ ആൻഡ് സ്കൂൾ ബോയ്. നോക്കൂ, അതിലും സ ശബ്ദങ്ങൾ റിപ്പീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് അലിറ്ററേഷന് ഉദാഹരണമാണ്. വീണ്ടും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ, ഞാൻ എല്ലാം എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെ ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ എന്ന് പറയുന്നുണ്ട്. അവൻ്റെ നടത്തത്തെ
ഒച്ചിൻ്റെ നടത്തത്തോട് താരതമ്യം ചെയ്തിരിക്കുന്നു. എന്ത് വെച്ചിട്ട്? ലൈക്ക് വെച്ചിട്ട്. സോ ഏതെങ്കിലും രണ്ട് കാര്യത്തെ കമ്പയർ ചെയ്യുകയും അത് ലൈക്ക് ആസ്, ആസ് ഇവ രണ്ടും കൊണ്ടാണ് കമ്പയർ ചെയ്യുന്നത് എങ്കിൽ അത് സിമിലിക്ക് ഉദാഹരണമാണ്. SIMILE. അല്ലാത്ത കമ്പാരിസണൊക്കെ മെറ്റഫറാണ് എന്ന് മനസ്സിലാക്കുക. മെറ്റഫറും കമ്പാരിസണാണ്, സിമിലിയും കമ്പാരിസണാണ്. പക്ഷെ സിമിലിയിൽ ലൈക്ക് ഓർ ആസ് ഉണ്ടായിരിക്കും എന്ന് വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യുക. അപ്പോൾ അത് സിമിലിക്ക് ഉദാഹരണമാണെന്ന് മനസ്സിലായി. അതേപോലെ ആ സ്റ്റാൻസിൽ നോക്കൂ, മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും ആൻഡ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഏതെങ്കിലും തൊട്ടടുത്ത വരികൾ ഒരേ വാക്കിലാണ് തുടങ്ങുന്നതെങ്കിൽ അത് എന്തിനുദാഹരണമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനഫോറ. ഓക്കെ, അനഫോറയ്ക്ക് അത് ഉദാഹരണമാണ്. അനഫോറ എന്നൊക്കെ പറയാം. ഉദാഹരണമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം അത് തുടങ്ങുന്ന, അങ്ങനെ ഇനിയും ഉണ്ട് വാക്കുകൾ കേട്ടോ. ഇതേപോലെ കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരേപോലത്തെ വാക്കുകളിൽ തൊട്ടടുത്ത വരികൾ തുടങ്ങുന്നു എങ്കിൽ അത്രയും പ്രത്യേകതകളായിരുന്നു. മനസ്സിലായി. അതേപോലെ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന കുട്ടി, കരയുന്ന കുട്ടി, അല്ലേ, മ്യൂളിങ്, കരയുക, അത് ഓഡിറ്ററി ഇമേജിന് ഉദാഹരണമാണ്. ഛർദ്ദിക്കുന്ന കുട്ടി, അത് വിഷ്വൽ ഇമേജിന് ഉദാഹരണമാണ്. സ്കൂളിലേക്ക് പോകാൻ ബാഗും തൂക്കി നിൽക്കുക, നമുക്ക് ആ വിഷ്വലൈസേഷൻ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. ബാഗും തൂക്കി ഇങ്ങനെ നിൽക്കുന്നത്, കരഞ്ഞ് നിൽക്കുന്നത്, അത് നമുക്ക് കിട്ടുന്നതാണ്. അതൊക്കെ വിഷ്വൽ ഇമേജാണ്. നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ വിഷ്വൽ ഇമേജാണ്. കേൾക്കാൻ പറ്റുന്നതൊക്കെ എന്ത് തന്നെയാണ്? ഓഡിറ്ററി ഇമേജാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നു. പിന്നെ നമ്മൾ ലവറിൻ്റെ സ്റ്റേജ് പറഞ്ഞപ്പോൾ സൈൻ ലൈക്ക് ഫേർണസ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവൻ്റെ വിഷമത്തെ ഫേർണസിനോടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഉപമിച്ചിരിക്കുന്നത്. സോ അവിടെ ലൈക്ക് വന്നതുകൊണ്ട് സിമിലിക്ക് ഉദാഹരണമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. തൊട്ടടുത്ത വരിയിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ഐബ്രോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയണ്ടായി, അത് ഐബ്രോ എന്ന് മാത്രം നമ്മൾ എടുക്കരുത്, അത് ആ ലവറിനെ മുഴുവൻ എന്ന് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ആ ലവറിനെ പറ്റിയാണ് പാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ എടുക്കണം. ഐബ്രോനെ പറ്റി എത്രമാത്രം പാടാൻ? കുറച്ചല്ലേ വരൂ. അപ്പോൾ ലവറിനെ മുഴുവനായിട്ട് അവളുടെ ഓരോരോ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെ ചെറിയൊരു പാർട്ട് തന്നിട്ട് അത് വലിയ പാർട്ടുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഇപ്പോൾ ഐബ്രോ എന്ന് തന്നിട്ട് അത് ഐബ്രോ മാത്രം എടുക്കണ്ട, അവളെ മുഴുവനായിട്ടൊന്ന് എടുക്കണം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ വരുന്നത് സിനെക്ഡക്കി. SYNECDOCHE. സിനെക്ഡക്കി. മനസ്സിലായോ? അപ്പോൾ അതൊരു ഉദാഹരണമായിട്ട് എടുക്കുക. അടുത്തതിൽ നോക്കൂ, ബിയർഡഡ് ലൈക്ക് ദി പാഡ്. അപ്പോൾ അവിടെയും ലൈക്ക് വെച്ചിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. സോ അവിടെ സിമിലി വരും. ദെൻ തൊട്ട് താഴെ നമ്മൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഓരോന്നോരോ, അതേപോലെ നമുക്ക് പാഡ് എന്ന് പറയുമ്പോൾ വിഷ്വൽ ഇമേജ് വരും, അല്ലേ. ക്യാനൻസ് മൗത്ത്, അതൊക്കെ വിഷ്വൽ ഇമേജിന് നമുക്ക് ഉദാഹരണം കിട്ടുന്നതാണ്. ഇനി നമ്മൾ നേരെ എങ്ങോട്ടേക്ക് പോവുക? 6th സ്റ്റേജിലേക്ക് പോകുമ്പോഴും ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിനകത്ത് ഷ്രങ്ക് ഷാങ്ക് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു ഉപയോഗമുണ്ട്. ഷ്രങ്ക് ഷാങ്ക് അലിറ്ററേഷൻ ഉദാഹരണമാണ്. അതേപോലെ കുറേ ശബ്ദങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ മാറി വിസിലിൻ്റെ ശബ്ദം പോലെയോ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ശബ്ദം കേൾക്കാൻ പറ്റില്ല, വൃത്തിയായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോൾ ശബ്ദങ്ങളെ എടുത്ത് പറയുന്നുണ്ട്, ട്രബിള്, പൈപ്പ്, വിസില് എന്നൊക്കെ. അങ്ങനെ ആ പേരുകൾ, ഇപ്പോൾ വിസിൽ എന്ന് പറയുന്ന പേര് വായിക്കുമ്പോൾ തന്നെ വിസിൽ ശബ്ദം നമ്മുടെ മൈൻഡിലേക്ക് വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഉപയോഗിക്കുക. സൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഓണമറ്റോപ്പിയെ എന്ന് പറയും. ഓണമറ്റോപ്പിയെ, ONOMATOPOEIA. ഇപ്പോൾ സ്നേക്കിൻ്റെ ഹിസ്സ് എന്ന് പറയും. സ്നേക്ക് ഹിസ്സി ആണല്ലോ ചെയ്യുക. അപ്പോൾ ആ ഹിസ് എന്ന് പറയുന്ന ശബ്ദം പാമ്പിൻ്റെ ചീറ്റൽ എന്ന് പറയുന്ന ചീറ്റലുമായിട്ട് നമുക്ക് സാമ്യം തോന്നില്ലേ, അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഓണമറ്റോപ്പിയ എന്നാണ് പറയുക. അതിൻ്റെ ശബ്ദവും അതിൻ്റെ വാക്കും തമ്മിൽ ഏകദേശം ഒരുപോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ലാസ്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ സാൻസ് ടീത്ത്, സാൻസ് ഐ, സാൻസ് ടേസ്റ്റ്, സാൻസ് എവറിത്തിങ് എന്ന് പറയുന്നുണ്ട്. അതിൽ സർ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് അത് രണ്ട് കാര്യങ്ങൾക്ക് ഉദാഹരണമാണ്. റിപ്പിറ്റേഷനും ഉദാഹരണമാണ്, അതേപോലെ അസെൻഡിറ്റനും ഉദാഹരണമാണ്.
അതേപോലെ അലിറ്ററേഷനും ഉദാഹരണമാണ്. അപ്പോൾ നോക്ക്, അസിൻഡിറ്റൻ എന്താ സാധനം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്. ലാസ്റ്റ് വാക്ക് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ആൻഡ് ചേർക്കാറില്ലേ സ്വാഭാവികമായിട്ട്. ആൻഡ് സാൻസ് എവറിത്തിങ്, അല്ലെങ്കിൽ നമ്മൾ എക്സെട്ര ഇടണം. ഇവിടെ എക്സെട്ര ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല, നേരെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിട്ടുള്ള ആൻഡിന് ഒഴിവാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും കോർഡിനേറ്റിംഗ് ആൻഡ് ബട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിനെ റിമൂവ് ചെയ്തിട്ട് നമ്മളോട് കവിതയിൽ എഴുതുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അസിൻഡിറ്റൻ. ASYNDETON. ഓക്കെ, ASYNDETON, അസിൻഡിറ്റൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കവിതയ്ക്കകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.